മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നെന്ന വാർത്തയാണ് വരുന്നത്. ഗൺമാൻ അനിൽ കല്ലിയൂരും സുരക്ഷാ സേനയിലെ സന്ദീപുമാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. കേസിൽ പ്രോസിക്യൂഷനെ കോടതി വീണ്ടും വിമർശിച്ചു. മർദ്ദനമേറ്റവർക്ക് കേസിൽ കക്ഷി ചേരാമെന്നും കോടതി പറഞ്ഞു. രഘുനാഥ് ചേരുന്നുണ്ട്. രഘു, പ്രതികൾക്ക് മുൻകൂർ ജാമ്യമില്ല, തിരിച്ചടി നേരിടുന്നു. പിന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടി എന്തൊക്കെയാണ് കോടതി ഉന്നയിക്കുന്നത്? രഘു, തിരിച്ചടി നേരിടുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR പ്രകാരം അനിലിനും സന്ദീപിനുമെതിരെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. എന്ന് മാത്രവുമല്ല, മുൻകൂർ ജാമ്യത്തിനായി ഈ കോടതിയിലായിരുന്നില്ല സമീപിക്കേണ്ടിരുന്നതെന്നും കോടതി, ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ചൂണ്ടിക്കാണിച്ചു. ഒപ്പം തന്നെ ഇന്ന് നടന്ന മറ്റൊരു കാര്യം, ഈ കേസിൽ കക്ഷി ചേരാൻ വേണ്ടി മർദ്ദനമേറ്റ AD തോമസും അജയ് ജിഗൽ കുര്യാക്കോസും അപേക്ഷ നൽകിയിരുന്നു. അവരുടെ അപേക്ഷ കോടതി പരിഗണിക്കുകയും ചെയ്തിരുന്നു. പ്രോസിക്യൂഷനെയും ഒപ്പം തന്നെ അന്വേഷണ സംഘത്തെയും കോടതി വിമർശിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു എന്ന് ഇരു കൂട്ടർക്കും അറിയാമായിരുന്നു. എന്നാൽ അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതിയുടെ വിമർശനം. കാരണം ഈ കേസ് പരിഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ കേസ് എവിടെ എത്തി നിൽക്കുന്നു, എന്താണ് ഇതിന്റെ തുടർ നടപടികൾ, ഇപ്പോൾ എന്താണ് ഈ കേസിൽ നടക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. ഒപ്പം തന്നെ ഈ കേസിൽ, അതായത് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. നിലവിൽ ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താനുള്ള സാഹചര്യമില്ല എന്നുള്ളൊരു മറുപടിയും പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. രഘു, അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ ഒരു അറസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാലും സ്റ്റേഷൻ ജാമ്യം നൽകി വിടാവുന്ന വകുപ്പുകളാണ്. അപ്പോൾ ഇന്ന് കോടതി പരിഗണിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തുടർ നടപടി എങ്ങനെ സ്വീകരിക്കപ്പെടും? ഇതിനകത്ത് രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ നിലവിലുള്ള വകുപ്പുകൾ പ്രകാരം, അതായത് നിലവിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ പ്രകാരം കേസ് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ പിന്നീട് കോടതിയുടെ അനുമതിയോടുകൂടി ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തുക എന്നീ രണ്ട് സാധ്യതകളാണ് നിലവിൽ കേസിനുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ പ്രോസിക്യൂഷനെ വിമർശിച്ചു, പ്രോസിക്യൂഷനെ തിരിച്ചടി നേരിട്ടുള്ള വാർത്ത നമ്മൾ നൽകുമ്പോൾ തന്നെ നിയമവിദഗ്ധരായിട്ടുള്ള ആളുകൾ, അഭിഭാഷകരായിട്ടുള്ള ആളുകൾ മറ്റൊരു സാധ്യത കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഈ കേസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നിയമിച്ചതിന് ശേഷമാണ് മുൻകൂർ ജാമ്യത്തിനായി പ്രതികൾ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അഥവാ ഈ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട്, അല്ലെങ്കിൽ നിലവിലെടുത്തിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഈ അന്വേഷണ സംഘം സമർപ്പിച്ചിരുന്നു എങ്കിൽ ഇവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പ്രതികൾക്ക് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടി, അതായത് കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ പോകുന്നു എന്നൊക്കെയുള്ളൊരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചായിരുന്നെങ്കിൽ ഇവർക്ക് നിയമപരമായി കുറച്ചുകൂടി ജാഗ്രത എടുക്കാനുള്ള ഒരു സമയം കിട്ടും. പക്ഷേ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി കൂടി ആയിരിക്കാം ഒരുപക്ഷെ അന്വേഷണ സംഘം ഇങ്ങനെ ഒരു നിലപാട് കോടതിയിൽ സ്വീകരിച്ചതെന്നുള്ളൊരു സംശയവും അഭിഭാഷകർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ അന്വേഷണ സംഘത്തിലുള്ളതെല്ലാം മികച്ച ഉദ്യോഗസ്ഥരാണ്, അവർ പല കേസുകളും അന്വേഷിച്ചിട്ടുള്ള ആളുകളാണ്, കോടതിയോടൊക്കെ വളരെ ബഹുമാനത്തോടു കൂടിയുള്ള ആളുകളാണ്. അല്ലെങ്കിൽ കോടതിയെ ഡീവിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കോടതിയെ കബളിപ്പിക്കുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥരല്ല. ഒരു പക്ഷേ ആ ഒരു രീതി കൂടി ഇതിനകത്ത് ഉണ്ടായേക്കാനുള്ള സാധ്യതയും അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരി, രഘുവാണ് വിവരങ്ങൾ കോടതിയിൽ നിന്ന് നൽകിയത്.